ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിലെ ഈശ്വരേന്ദ്ര വിദ്യാസാഗർ എന്നുള്ള ലെസൺ ആണ് നമ്മൾ എടുത്തത് അല്ലേ? എല്ലാരും വായിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആ പാഠം മനസ്സിലായിനോ മക്കൾക്ക്? ആ ലെസൺ കംപ്ലീറ്റ് ആയിരുന്നോ? കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും അവസാനം എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ആർക്കാ ഓർമ്മയുള്ളത്? ആ ട്രെയിനിൽ നിന്ന് ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് അവസാനം പറയുന്നില്ലേ, ഞാനാണ് ഈശ്വരേന്ദ്ര വിദ്യാസാഗർ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ അല്ലേ? അപ്പൊ അവിടുന്ന് എന്താണ് ഈശ്വരേന്ദ്ര വിദ്യാസാഗർ ആ വ്യക്തിക്ക് കൊടുത്ത ഉപദേശം? ഏത് ഓർമ്മയുണ്ടോ? അവനവന്റെ സാധനങ്ങൾ അവനവൻ തന്നെ എടുക്കണം. അവനവൻ ചെയ്യേണ്ട ജോലി അവനവൻ തന്നെ സ്വയം ചെയ്യണം അല്ലെ? മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ല അല്ലെ? ഇപ്പൊ നിങ്ങൾ ഹോംവർക്ക് ചെയ്താൽ നിങ്ങൾ പേരൻസിനെ കൊണ്ടാണ് എഴുതിക്കുക? സ്വയം തന്നെ ചെയ്യാറില്ലേ? നല്ല മക്കളാണല്ലേ. അതില് ഇനി ആ പാഠം സംശയമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹരിനന്ദിന് ഡൗട്ട് ഉണ്ടോ? പിന്നെ ബാക്കിയുള്ളവർക്ക് ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ? അല്ലെ സൺ? വായിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. നന്നായിട്ട് ടെക്സ്റ്റ് പാഠഭാഗം മിസ് എടുത്തത് അന്ന് തന്നെ വായിച്ചിട്ടൊന്ന് റെഡി ആകണേ. എന്നാലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ആയാലും മീനിങ് ആയാലും പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്ത ഭാഗം സമയം കണ്ടെത്തി വായിക്കുക. അതിൽ ഇനി ബാക്കി വർക്കുകൾ തരാം, നോക്കിക്കൊന്നത്. അതില് വേർഡ് മീനിങ് ഉണ്ടല്ലോ നിങ്ങള്. ശബ്ദാർത്ഥം പറഞ്ഞാല് ഓരോ വേർഡിന്റെ മീനിങ് അല്ലേ? വേർഡ് മീനിങ് പേജ് നമ്പർ 15 കണ്ടോ? കുറച്ച് വേർഡ്സുകൾ മാത്രം കൊടുത്തിട്ടുണ്ട് കണ്ടോ? എന്നാലും നീറ്റിൽ നോട്ടിലേക്ക് എഴുതി വെക്കില്ലേ? യെസ്. എന്തൊക്കെ വേർഡ്സുകൾ ഉണ്ട്? ഓ, അത് എഴുതിയതാ. എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ വേർഡ്സുകൾ ഉണ്ട് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. एक बार, once upon a time അല്ലേ? സജ്ജൻ, एक बार എന്ന് പറഞ്ഞാൽ ഒരു തവണ, ഒരു പ്രാവശ്യം. അതുപോലെ സജ്ജൻ എന്ന് പറഞ്ഞാല് നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ഒരു ജെന്റിൽമാൻ എന്ന് പറയാം. പിന്നെ അതുപോലെ ഷഹർ എന്ന് പറഞ്ഞാൽ സിറ്റി, ടൗൺ. നെക്സ്റ്റ് ദർശൻ എന്ന് പറഞ്ഞാൽ കാണുക, കാഴ്ചയെ നമ്മൾ എന്ത് പറയാ? ദർശൻ. പ്രതിജ്ഞ എടുക്കുന്നത് അല്ലേ? നെക്സ്റ്റ് ക്ഷമ. അതുപോലെ തന്നെ വിശേഷ വ്യക്തി പറഞ്ഞാൽ ഒരു പ്രശസ്തനായ ഒരു വ്യക്തി എന്നാണ് അതിനർത്ഥം. അതുപോലെ ചരണോമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകളിൽ നിന്നുള്ള അർത്ഥമാണ്. കാലുകളിൽ, ഓൺ ഹിസ് ഫീറ്റ്. ഗാവ് എന്ന് പറഞ്ഞാല് ഗ്രാമം. ഗാഡി എന്ന് പറഞ്ഞാല് വണ്ടി എന്നാണ് അർത്ഥം. റെയിൽഗാഡി അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ട്രെയിൻ, തീവണ്ടി. അതുപോലെ പുലി എന്ന് പറഞ്ഞാല് ചുമട്ട് തൊഴിലാളികളെയാണ് നമ്മൾ എന്താ പറയാ? പുലി. അത്രയും മീനിങ് ആണുള്ളത്. അത് നിങ്ങൾ നല്ല നീറ്റായിട്ട് നോട്ടിൽ എഴുതി വെക്കുക. എഴുതിയിട്ടുണ്ടല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞു തന്നോട്ടെ. റെഡി അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഉസ് സ്റ്റേഷൻ पर कम गाड़ियां क्यों रुकती थी? ആ ക്വസ്റ്റ്യന്റെ മുകളിൽ തന്നെ ഒരു ഹെഡിങ് ഉണ്ട്. എന്താ ഹെഡിങ് കൊടുത്തത്? നിമ്നലിഖിത പ്രശ്നോക്കെ ഉത്തർ ദീജിയേ. അങ്ങനെ കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കണം എന്താണ് എഴുതേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഹെഡിങ് നോക്കി മനസ്സിലാക്കണം. ഇതിൽ എന്താ കൊടുത്തിരിക്കുന്നത്? നിമ്നലിഖിത പ്രശ്നോക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തർ ദീജിയേ, ഉത്തരങ്ങൾ നൽകിയാലും.
ഹിന്ദിയിൽ തന്നെ പഠിക്കണം ഹെഡിങ് കേട്ടോ. കാരണം എക്സാമിനൊക്കെ ഹിന്ദിയിൽ തന്നെയാണ് ഹെഡിങ് ഉണ്ടാവുക. ഇത് നിർമ്മലല്ലേ? നിർമ്മലിന് മിസ്സിനെ അറിയോ? എവിടെയോ കണ്ട പരിചയമുണ്ടല്ലേ? എവിടെയാ? ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. റെഡി അല്ലേ? യെസ്. നോക്ക്, അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസർ ഉത്തരം കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കുക. മിസ് അതിന്റെ മീനിങ് പറഞ്ഞു തരും. നിങ്ങളൊന്ന് അതിന്റെ അർത്ഥം മനസ്സിലാക്കി എടുത്തിട്ട് ആൻസർ എഴുതാൻ നോക്കുക. ഒന്ന്, സ്റ്റേഷൻ പേജ് നമ്പർ 16 16 ഈശ്വരേന്ദ്ര വിദ്യാസാഗർ എന്നുള്ള ലെസണിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറയുന്നത്. ഈശ്വരേന്ദ്ര വിദ്യാസാഗർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, उस स्टेशन पर कम गाड़ियां क्यों रुकती थी? क्वेश्चन എന്താണ്? उस स्टेशन पर कम गाड़ियां क्यों रुकती थी? ആ സ്റ്റേഷനില്, ഏതൊരു സ്റ്റേഷൻ, ആ സ്റ്റേഷനില് എന്തുകൊണ്ടാണ് കുറച്ച് വണ്ടികൾ മാത്രം നിർത്തിയിരിക്കുന്നത്? ഈശ്വരേന്ദ്ര വിദ്യാസാഗർ ഇറങ്ങിയ ഒരു സ്ഥലം ഉണ്ടല്ലോ, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഓർമ്മയില്ലേ? ആ സ്റ്റേഷനില് എന്തുകൊണ്ടാണ് കുറച്ച് വണ്ടികൾ മാത്രം നിർത്തിയിട്ടിരിക്കുന്നതെന്നാണ് ചോദ്യം. എന്തുകൊണ്ടായിരിക്കും? മലയാളത്തിൽ പറയാനാവൂലേ? അത് അവിടെ ഒരു ചെറിയ ഗ്രാമമാണ് അല്ലേ? ചെറിയ ഗ്രാമമാണ്. അപ്പൊ വലിയ ടൗണോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ എന്തുണ്ടല്ലോ, വലിയ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ ചെറിയ ഒരു ഗ്രാമമാണ്, അതുകൊണ്ടാണ് അവിടെ കുറച്ച് വണ്ടികൾ മാത്രം നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം എന്താ എഴുതുക? ക്യോം കി വഹാം ചോട്ടേ സേ സ്റ്റേഷൻ ഹേ. എന്താ ഉത്തരം വരുക? ക്യോം കി. അത് ടെക്സ്റ്റിലൊന്നും ഇല്ല, അത് നമ്മൾ സ്വന്തമായിട്ട് എഴുതേണ്ട ആൻസർ ആണ്. ക്യോം കി എന്തുകൊണ്ടെന്നാൽ വഹാം ചോട്ടേ സേ സ്റ്റേഷൻ ഹേ, അവിടെ ഒരു ചെറിയ സ്റ്റേഷൻ മാത്രമായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് വണ്ടികൾ. ചെറിയ സ്റ്റേഷൻ ആണെന്ന് പറയുമ്പോ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അത് ഒരു ഗ്രാമമായത് കൊണ്ടാണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിലുള്ളത് ചെറിയ സ്റ്റേഷൻ ആയതുകൊണ്ട് എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് ആൻസർ ചെറിയ സ്റ്റേഷൻ ആയതുകൊണ്ടാണെന്ന് എഴുതുക. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ചെറിയ സ്റ്റേഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? ചെറിയ, അവിടെ ഒരു ഗ്രാമമായതുകൊണ്ട്, ഗ്രാമപ്രദേശമായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്തെഴുതും? ക്യോംകി വഹാം. വഹാം എന്ന് പറയണം, അവിടെ. ക്യോംകി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ, വഹാം അവിടെ. അവിടെ ചോട്ടേ സേ സ്റ്റേഷൻ ഥേ, ഒരു ചെറിയ സ്റ്റേഷൻ ആയിരുന്നു, റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. കേട്ടല്ലോ? ആൻസർ ക്ലിയർ ആയോ? നിങ്ങൾക്കത് പറഞ്ഞു തരുമ്പോ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. ബുദ്ധിമുട്ടുണ്ടോ? അത് എഴുതി തന്നായിരുന്നു മിസ്സേ. ആര് എഴുതുന്നത്? പഴയ മിസ്. ഓ, ആ ലെസൺ എടുത്തതാ? അതെയോ? ആ ലെസൺ അതിന്റെ അപ്പുറത്തെ ലെസണിന്റെ കുറച്ച് തീർത്തോളാം. അതിന്റെ വർക്ക്സ് എല്ലാം തീർത്തതാ? വർക്ക്സ് തന്നായിരുന്നു. കുറച്ചെന്ന് പറഞ്ഞാൽ എത്ര വരെ? മിസ് എന്നാ വായിച്ചിട്ടേ ഒന്ന് നോക്കിക്കോ, അത് ക്ലിയർ ആക്കോ, ഒന്ന് റെഡി ആക്കോ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സാമാൻ ഉടനെ കോൻ ആയ. സാമാൻ ഉടനെ
കോൻ ആയ. ആ സാധനങ്ങള് ഉടാനെ കോനായ എടുക്കുവാൻ വേണ്ടി ഉയർത്താൻ വേണ്ടി ആരാ വന്നത്? കോനായ. ആര് വന്നു? ശ്രീ വിഷ്ണു മിസ് ഉത്തരം അറിയോ? ചന്ദ്രശേഖർ വിദ്യാസാഗർ. ഈശ്വരേന്ദ്ര വിദ്യാസാഗർ. യെസ്, കറക്റ്റ് ആൻസർ അല്ലേ? ഈശ്വരേന്ദ്ര വിദ്യാസാഗർ ആണ് അവരുടെ ആ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നത് അല്ലേ, ആ വ്യക്തിയുടെ. അപ്പൊ ഉത്തരം എന്ത് എഴുതും? സാമാൻ ഉടനെ ഈശ്വരേന്ദ്ര വിദ്യാസാഗറിനെ ആയ. സാമാൻ ഉഠാനെ കോൻ ആയ എന്നുള്ളതിന് പകരം കോൻ എന്നുള്ളടക്ക് എന്ത് ചേർക്കണം? ഈശ്വരേന്ദ്ര വിദ്യാസാഗർ. കേട്ടല്ലോ? കോൻ എന്ന് പറഞ്ഞാൽ ആര്? ഹൂന്ന് വരുന്നത് കോൻ. അവിടെ ഈശ്വരേന്ദ്ര വിദ്യാസാഗർ എന്നുള്ള പേര് ചേർക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈശ്വരേന്ദ്ര വിദ്യാസാഗറിനെ ഉസ് വ്യക്തി സെ ക്യാ കഹാ? ഈശ്വരേന്ദ്ര വിദ്യാസാഗർ ആ വ്യക്തി ഒന്നും കൂടെ പറയോ? ഏതാണ് ഉത്തരം പറയണ്ടേ? രണ്ടാമത്തതാ. കോൺ എന്നുള്ളതിന് പകരം എന്ത് ചേർക്കണം ആൻസറില്? ഈശ്വരേന്ദ്ര വിദ്യാസാഗർ എന്ന്. സാമാൻ ഉഠാനെ ഈശ്വരേന്ദ്ര വിദ്യാസാഗർ ആയ. ആ ക്വസ്റ്റ്യനില് കോണില്ലേ, ആ കോണിലെടുക്ക് എന്ത് ചേർക്കണം? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ക്ലിയർ ആയോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഈശ്വരേന്ദ്ര വിദ്യാസാഗറിനെ ഉസ് വ്യക്തി സെ ക്യാ കഹാ? ഈശ്വരേന്ദ്ര വിദ്യാസാഗർ ആ വ്യക്തിയോട് എന്താണ് പറഞ്ഞത്? ഈശ്വരേന്ദ്ര വിദ്യാസാഗർ ആ വ്യക്തിയോട് എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അപ്നാ കാം സ്വയം ഹി കർണാ ചാഹിയെ. എന്താ പറഞ്ഞത്? അപ്നാ കാം സ്വയം ഹി, സ്വയം ഹി, തന്നെത്താൻ ചെയ്യണം. അവനവന്റെ ജോലി സ്വയം ചെയ്തു തീർക്കണം. അപ്പൊ എന്താണ് മൂന്നാമത്തെ ആൻസർ വരുക? അപ്നാ കാം സ്വയം ഹി കർണാ ചാഹിയെ. അതാണ് ആൻസർ. ക്ലിയർ ആയോ? എന്താണ് ഈശ്വരേന്ദ്ര വിദ്യാസാഗർ ആ വ്യക്തിയോട് പറഞ്ഞതെന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ നമ്മൾ എന്ത് എഴുതി? അപ്നാ കാം സ്വയം ഹി കർണാ ചാഹിയെ. അവനവന്റെ ജോലി അവനവൻ തന്നെ. സ്വയം ഹി എന്നുണ്ട്. ഹി എന്ന് പറഞ്ഞാൽ തന്നെ. അവനവൻ തന്നെ ചെയ്യണം. 3 ക്വസ്റ്റ്യൻ ആൻസറും ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നോട്ടും അതുപോലെ കംപ്ലീറ്റ് ആക്കണേ. മിസ് പറയുന്ന സമയത്ത് തന്നെ ചെയ്തു തരണം. എന്നാലേ നമുക്ക് പറഞ്ഞതുപോലെ പാഠങ്ങൾ നീങ്ങൂലൂ ട്ടോ. നെക്സ്റ്റ്, കിസ്നെ കഹാ കിസ്സേ കഹാ. ഹെഡിങ് എന്താണ്? കിസ്നെ കഹാ കിസ്സേ കഹാ. എന്താ അങ്ങനെ പറഞ്ഞാല്? കിസ്നെ കഹാ എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു. കേട്ടല്ലോ? ആര് പറഞ്ഞു. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി വരുന്നുണ്ട്. കിസ്സേ കഹാ, ആരോട് പറഞ്ഞു. അപ്പൊ ആര് ആരോട് പറഞ്ഞു എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നിങ്ങള് ഹിന്ദിയിലെ ക്വസ്റ്റ്യൻസ് ഹെഡിങ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. മലയാളത്തിൽ തന്നെ, അതിന്റെ ഇംഗ്ലീഷിലായാലും അതെന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ വർക്ക് എന്താണ്? കിസ്നെ കഹാ കിസ്സേ കഹാ എന്നാണ്. ആര് ആരോട് പറഞ്ഞു. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞുതരുമല്ലോ. ഒന്നാമത്തത് ഇതാണ്. ഫസ്റ്റ്, ഹാം മേം യഹാം ഏക് വിശേഷ വ്യക്തി സേ മിൽനെ ആയാ ഹും. ഹാം മേം യഹാം ഏക് വിശേഷ വ്യക്തി സേ മിൽനെ ആയാ ഹും. ശരിയാണ്, ഞാൻ ഇവിടെ ഒരു പ്രശസ്തനായ വ്യക്തിയെ കാണാൻ വന്നതാണ്. ജസ്റ്റസേ എന്താ ഇങ്ങനെ കൂട്ടുവായിരുന്നു?
രാവിലെ കുറച്ച് ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കണ്ടേ? എന്താ ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടോ? മഴയതുകൊണ്ടാ? യെസ്, റെഡിയാ. നല്ല മക്കളായിട്ട് രാവിലെ ഫ്രഷ് ആയിട്ട് ഇരിക്കണം കേട്ടോ, ഉറക്കം തൂങ്ങിയിരിക്കല്ലേ. അപ്പൊ ഇവിടെ ആരാ അങ്ങനെ പറഞ്ഞത്? യെസ്, കറക്റ്റ്. അപ്പൊ ടെക്സ്റ്റ് വായിച്ചവർക്കാണെങ്കിൽ അത് എന്റെ ആൻസർ വേഗം മനസ്സിലാവും. അതുകൊണ്ടാണ് ടെക്സ്റ്റ് വായിക്കണം എന്ന് പറഞ്ഞത്. ജോയൽ ഒന്ന് തലയെടുക്കുന്ന കയ്യിലും മാറ്റി മോനെ, നേരെ ഇരുന്നേ, ഒന്ന് സ്റ്റാൻഡ് ഒന്നും കൊടുക്കാതെ തലക്ക്, അപ്പൊ ഉറക്കം വരും. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ടെക്സ്റ്റ് പാഠഭാഗം വായിച്ചവർക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോ വേഗം ഓ സജ്ജനല്ലേ? സജ്ജനല്ല. ഇവിടെ സോറി, ഇതിവിടെ വിദ്യാസാഗറിനോട് പറഞ്ഞു സർ. സജ്ജൻ വ്യക്തി ആരോടാ പറഞ്ഞത്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പൊ നമുക്ക് രണ്ട് ഉത്തരം വേണം. അപ്പൊ എന്ത് എഴുതണം ഉത്തരം? സജ്ജൻ വ്യക്തിനെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ സെ കഹാ. ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് വരും? സജ്ജൻ വ്യക്തിനെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ സെ കഹാ. ആര് ആരോട് പറഞ്ഞു എന്ന് വേണം, വേണ്ടേ? അപ്പൊ ഫസ്റ്റ് എന്താണ്? സജ്ജൻ വ്യക്തിനെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ സെ കഹാ. അത്രയും വരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത എന്താണ്? तो आज से यह सीख लें कि अपना कार्य स्वयं ही करना चाहिए. तो എങ്കിൽ ആജ് സെ ഇന്ന് മുതലേ യഹ് സീഖ് ലേം ഇത് പഠിക്കണം. എന്തെന്ന്? അപ്നാ കാര്യ സ്വയം ഹി കർണാ ചാഹിയേ. തന്റെ ജോലി താൻ തന്നെ ചെയ്യാൻ വേണ്ടി ഇന്ന് തന്നെ പഠിക്കണം. ഇത് ആര് ആരോട് പറഞ്ഞതായിരിക്കും? വിദ്യാസാഗർ സജ്ജനോട്. നേരെ തിരിച്ച് ഫസ്റ്റ് പറഞ്ഞത് നേരെ തിരിച്ചല്ലേ? ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ സജ്ജൻ വ്യക്തി സെ കഹ. ക്ലിയർ ആയോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറല്ലേ? സജ്ജൻ വ്യക്തിനെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ സെ കഹ. ക്ലിയർ ആയല്ലോ? എഴുതുമ്പോ ശ്രദ്ധിച്ചെഴുതണേ. മൂന്നാമത്തത് എന്താ? തേർഡ് ക്വസ്റ്റ്യൻ. മേ പ്രതിജ്ഞ കർത്താഹും കി. ഞാൻ പ്രതിജ്ഞ എഴുതുന്നു എന്തെന്നാൽ ആജ് സേ അപ്നാ കാം സ്വയം കരൂംഗ. ഇന്ന് മുതൽ എന്റെ ജോലി ഞാൻ സ്വയം ചെയ്യും. അപ്പൊ അതാരാ പറഞ്ഞത്? സജ്ജൻ വ്യക്തിനെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ സെ കഹ. അല്ലേ? ക്ലിയർ ആയോ? സജ്ജൻ വ്യക്തിയാണ് ആരോട് പറഞ്ഞത്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനോട് പറഞ്ഞത് ഇന്ന് മുതൽ ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു. എന്ത്? എന്താ പ്രതിജ്ഞ? തന്റെ ജോലി താൻ തന്നെ ഇന്നു മുതൽ ചെയ്യുന്നല്ലേ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ അതില്? കൺഫ്യൂഷൻ വരില്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരില്ലേ? അതുകൊണ്ടാണ് ഓരോ ലൈന്റെയും ആ സെന്റൻസ് തന്നതിന്റെ മീനിങ് ആദ്യം വായിച്ച് മനസ്സിലാക്കി എടുക്കുക. അതിനുശേഷം അത് കൺഫ്യൂഷൻ വരാതെ എഴുതുക. എന്ന് ഇതാര് ആരോട് പറഞ്ഞതാന്നുള്ളത്. ഒന്നുകൂടി പറയണോ അത്? ക്ലിയർ ആയില്ലേ? ജീവ ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ശ്രീവിഷ്ണു ശ്രീവിഷ്ണു ക്ലിയർ ആയോ ആൻസർ? ഡൗട്ട് ഇല്ല. ജോയൽ മൂന്ന് ക്വസ്റ്റ്യന്റെയും ആൻസർ മനസ്സിലായോ മോനെ? യെസ്. എഴുതില്ലേ? നോട്ടിലേക്ക് ക്ലിയർ ആയിട്ട് എഴുതുമല്ലോ. ജീവ
ജീവന് കേൾക്കുന്നില്ലേ? മിസ്സേ ഓ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറയോ? थर्ड क्वेश्चन मैं प्रतिज्ञा करता हूं कि आज से अपना काम स्वयं करूंगा. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്തെന്നാൽ ഇന്നു മുതലുള്ള ജോലി ഞാൻ സ്വയം ചെയ്യും. ഇത് ആരോട് പറഞ്ഞു എന്നാണ് വേണ്ടത്. അപ്പൊ എന്താ നമ്മൾ എഴുതും? സജ്ജൻ വ്യക്തിനെ ഈശ്വരേന്ദ്ര വിദ്യാസാഗർ से कहा. ക്ലിയർ ആയോ നിർമ്മലേ? നെക്സ്റ്റ് നോക്ക്, रिक्त स्थान की पूर्ति कीजिए. रिक्त स्थान की पूर्ति कीजिए. എന്താ रिक्त स्थान की पूर्ति कीजिए എന്ന് പറഞ്ഞാൽ അറിയോ? വിട്ട ഭാഗം പൂരിപ്പിക്കുക. fill in the blanks. ഡാഷ് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ ഏത് വേർഡ് ആണോ ഉപയോഗിക്കേണ്ടത് ചേർത്തിട്ട് എന്ത് ചെയ്യാ? ആ സെന്റൻസ് കംപ്ലീറ്റ് ആക്കുക. रिक्त स्थान की पूर्ति कीजिए എന്നാണ്. रिक्त स्थान എന്ന് പറഞ്ഞാൽ വിട്ട ഭാഗം. की पूर्ति कीजिए വിട്ട ഭാഗം പൂർത്തിയാക്കുക, പൂരിപ്പിക്കുക. കേട്ടല്ലോ? അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ठीक है ले चलूंगा. ശരി, നമുക്ക് നടക്കാം. ലഗത്താ ഹേ എനിക്ക് തോന്നുന്നത് ആപ് യഹാം താങ്കൾ ഇവിടെ ഡേഷ് ബാർ ആയേ ഹേ. पहली बार आए पहली बार आए. ഒന്നും കൂടി മിസ് പറയാം. ശരിയാണ്, നടക്കാം. ശരി, നമുക്ക് നടക്കാം. എനിക്ക് തോന്നുന്നത് താങ്കൾ ഇവിടെ ആദ്യത്തെ തവണ, ഒന്നാമത്തെ തവണ വന്നതാണെന്നാ വേണ്ടത്. ആദ്യത്തെ അതിന്റെ വേർഡ് എന്താണ്? പഹലി. എന്താ വരുവാ? ആ പഹലി ബാർ. പഹലിന്ന് അവിടെ ചേർക്കണം. ഒന്ന് ചേർത്തേ നിങ്ങൾ. പെൻസിലോണ്ട് ഒന്ന് അവിടെ ടെക്സ്റ്റ് ഒന്ന് ഇപ്പൊ തന്നെ ചേർത്ത് വെച്ചേ. പഹലി ബാർ ആയേ ഹേ. ഞാൻ ചേർത്തിട്ടുണ്ട്. രണ്ടാമത്തത് ഇത് നിങ്ങൾക്ക് മിസ് പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു സർ. യെസ്. സെക്കൻഡ് നോക്ക്, മേം ഹി ഡാഷ് ഹും. മേം ഹി ഈശ്വരേന്ദ്ര വിദ്യാസാഗർ ഹും. ഞാൻ തന്നെയാണ് ഈശ്വരേന്ദ്ര വിദ്യാസാഗർ. എന്താണ് അതിന്റെ ആൻസർ? ഈശ്വരേന്ദ്ര വിദ്യാസാഗർ. ഞാൻ തന്നെയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. മേം ഹി ഈശ്വരേന്ദ്ര വിദ്യാസാഗർ ഹും. കഹിയേ ക്യാ കാം ഹേ. എന്താ ചെയ്യേണ്ടത്? വഹ വ്യക്തി മുസ്കുരായ. ആ വ്യക്തി പുഞ്ചിരിച്ചു. ഈശ്വരേന്ദ്ര വിദ്യാസാഗർ പറയുന്നില്ലേ ഞാനാണ് ഈശ്വരേന്ദ്ര വിദ്യാസാഗർ. അപ്പൊ രണ്ടാമത്തെ സെക്കൻഡ് ആൻസർ എന്താണ്? എഴുതിട്ട് ഞാൻ പറയും. ഇന്ന് തന്നെ എന്ത് ചെയ്യണം? നിങ്ങള് എഴുതിയിട്ട് ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് അയച്ചു തരിക. നല്ല നീറ്റായിട്ട് എഴുതണം. പിന്നെ അത് എന്തെങ്കിലും തെറ്റിയാൽ അത് മുഴുവനും ഒന്ന് കളഞ്ഞിട്ട് നല്ല വൃത്തിയില്, അതായത് ഇടയ്ക്ക് അക്ഷരങ്ങളൊന്നും കുത്തി മാന്തി വലിച്ചെഴുതാതെ നല്ല നീറ്റായിട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവണം നല്ല എഴുത്താണെന്ന്. കേട്ടോ? ഹിന്ദിയിൽ ഇങ്ങനെ എന്താ പറയുക, കുറെ ഒക്കെ തടഞ്ഞ് എഴുതുമ്പോ നോട്ട് ഒരു വൃത്തിയേ ഉണ്ടാവില്ല, നീറ്റ് ഉണ്ടാവില്ല. അപ്പൊ നല്ല നീറ്റായിട്ട് എഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മേം ഡേഷ് കർത്താഹും. മേം ഡേഷ് കർത്താഹും എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ വരും? മേം പ്രതിജ്ഞ കർത്താഹും. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആദ്യത്തെ ഡേഷിനെടുത്ത് എന്ത് വേണം? പ്രതിജ്ഞ. ആജ് സേ അപ്ന കാം ഡേഷ് എന്നുണ്ട് അല്ലെ? രണ്ട് സ്ഥലത്താണ് അവിടെ വിട്ടഭാഗം ഉള്ളത്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ആദ്യത് പ്രതിജ്ഞ എന്തും രണ്ടാമത്തെ എന്ത് വരും? അപ്ന കാം സ്വയം ഹി കരുങ്ക. സ്വയം ചെയ്യും. തന്റെ ജോലി സ്വയം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് ഭാഗത്താണ് അതിന്റെ ആൻസർ വരിക. ക്ലിയർ ആയോ അതുവരെ? മിസ് എടുത്ത ലെസൺ ആയതുകൊണ്ടാണ് ഒന്നുകൂടി അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും അതിന്റെ വേർഡ് മീനിങ് എല്ലാം ഞാൻ ഒന്നും കൂടി നോക്കുന്നത്, നിങ്ങൾ ഒന്ന് എഴുതാൻ വേണ്ടിട്ട് കേട്ടോ. ഒന്നുകൂടി അത് ക്ലിയർ ആയിട്ട് എഴുതിയവരെ ഒന്ന് അയച്ചു തരിക. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തന്നെ ആവുമല്ലോ അല്ലെ? സമയാവാനായില്ലേ?
അടുത്ത ക്ലാസ്സിൽ റെഡി ആയിട്ട് നല്ല മക്കളായിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കണേ. കുറച്ചും കൂടി വർക്കുകളാണ് ഉള്ളത്. അതെല്ലാം ഒന്ന് പറഞ്ഞു തരാം മനസ്സിലാക്കി എടുക്കണമെങ്കിൽ. ഇന്ന് 4 മണിക്കല്ലേ ഇനി അടുത്ത ഹിന്ദി ഉണ്ട്. ആ അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യാ? നോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എഴുതാലോ. അതുവരെ ഉള്ളത് എഴുതിയവര് വീണ്ടും എഴുതേണ്ട കേട്ടോ. എഴുതിയവര് അത് തന്നെ ഒന്ന് കാണിച്ചു തന്നാ മതി, അയച്ചു തന്നാ മതി. ബൈ. നല്ല മക്കളായിട്ട് ടെക്സ്റ്റ് പാഠഭാഗമൊക്കെ വായിക്കട്ടോ. റെഡി ആയി. ഓക്കെ.